ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി മാംഗോ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെയേറെ ഡെലിഷ്യസ് ആയിട്ടുള്ള മാംഗോ മിൽക്ക് കേക്കാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള ഒരു മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിതവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ പാല് നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും പിടിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മാംഗോ എല്ലാം പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് കുറുകി വരട്ടെ. ഞാനിവിടെ ഒരു കുഞ്ഞു ബൗളിൽ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ സ്വീറ്റാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒന്നുകിൽ മാമ്പഴ പുളിശ്ശേരി, അതുപോലെ ഐസ്ക്രീം, ജ്യൂസൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പാകത്തിന് തന്നെ കുറുക്കി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 1 അവർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇത് 1 അവർ ആയിട്ടുണ്ട്. നമ്മുടെ രുചികരവും ഹെൽത്തി ആയിട്ടുള്ള മാംഗോ മിൽക്ക് കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റാണിത്. ഒരു തവണ നിങ്ങളിതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും. ഇത് ഇച്ചിരി തണുപ്പോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മാംഗോ മിൽക്ക് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.